കോൺഗ്രസിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിൽ തല്ലും മന്ത്രിമാരാകാനുള്ള ഓട്ടപ്പാച്ചിലുമൊക്കെ പല ആളുകളും നടത്തുന്നുണ്ട്. പക്ഷേ കഴിവുള്ള ആളുകൾ മന്ത്രിസ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആകണം ഈ ജനഹിതം, ഈ ജനവിധി ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പേര് IC ബാലകൃഷ്ണൻ്റെതാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് വയനാട് ജില്ലയിലെ UDF പ്രവർത്തകർ. IC ബാലകൃഷ്ണൻ എന്തുകൊണ്ടും പട്ടിക ജാതി പട്ടിക വർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയാകാൻ യോഗ്യനാണ് എന്നതാണ് ഏറ്റവും വലിയ സംഭവം. അദ്ദേഹത്തിനുള്ള പ്ലസ് പോയിന്റുകൾ എടുത്ത് പറയേണ്ടതാണ്. കാരണം ഞാനിത് പറയാൻ കാരണം പല മാധ്യമങ്ങളും നോക്കുമ്പോൾ IC ബാലകൃഷ്ണന്റെ പേര് മാത്രം മന്ത്രിമാരുടെ പരിഗണനാ പട്ടികയിൽ ഇല്ല, മന്ത്രിമാരാകാനുള്ള പരിഗണനാ പട്ടികയിൽ ഇല്ല എന്ന് കാണുമ്പോൾ വളരെ ആശ്ചര്യം തോന്നി. കാരണം ഇത്രയും സീനിയർ നേതാവ് ഈ വലിയ ആരോപണങ്ങളെയും വലിയ വിമർശനങ്ങളെയും അതിജീവിച്ച് മൂന്നാം തവണയും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട IC ബാലകൃഷ്ണൻ വയനാട് ജില്ലയിൽ ഇത്ര ശോഭനമായ വിജയം UDFന് നേടിക്കൊടുക്കാൻ അക്ഷീണം പ്രവർത്തിച്ച വ്യക്തി. വയനാട് ജില്ലയുടെ DCC പ്രസിഡന്റായിരുന്നു. അതുപോലെ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന വ്യക്തി. അദ്ദേഹം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പിന്നെ അവിടെയുള്ള ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന വ്യക്തിയാണ്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത, അദ്ദേഹം ഗ്രൂപ്പ് നോക്കിയോ ഗ്രൂപ്പ് സമവാക്യം നോക്കിയോ അല്ല ജനങ്ങളുമായി ഇടപെടുന്നത്, പാർട്ടിക്കാരുമായി ഇടപെടുന്നത്. VD സതീശനുമായി അടുത്ത ബന്ധമാണ്. പ്രതിപക്ഷ നേതാവ് എപ്പോഴും ജില്ലയിലെ ചുമതലകൾ ഏൽപ്പിച്ചിരുന്നത് IC ബാലകൃഷ്ണനെയാണ്. അതുപോലെ രമേശ് ചെന്നിത്തല, നമുക്കറിയാം പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും രമേശ് ചെന്നിത്തല IC ബാലകൃഷ്ണനെ സംരക്ഷിക്കുകയും IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്താണ്? പെയ്ഡ് സീറ്റുകളായിരുന്നു. പിന്നെ KCയുടെ കുറേ MLAമാർ, VDയുടെ കുറേ MLAമാർ, ചെന്നിത്തലയുടെ കുറേ MLAമാർ, ഇവരൊക്കെയാണ് ഈ 67 MLAമാരുടെ കൂട്ടത്തിലുള്ളത് എന്നൊക്കെയാണല്ലോ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ ഒരു വ്യക്തിയുടെ ഇഷ്ടം കൊണ്ടോ ഒരു വ്യക്തിയുടെ തോഴനായതുകൊണ്ടോ MLA സ്ഥാനത്തേക്ക് എത്തിയ വ്യക്തിയല്ല IC ബാലകൃഷ്ണൻ എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ, PC വിഷ്ണുനാഥ്, അവരെയൊക്കെ പരിഗണിക്കാമെങ്കിൽ എന്തുകൊണ്ട് ICയെ പരിഗണിച്ചുകൂടാ? വളരെ കരുത്തനായ നേതാവാണ്. വയനാട് ജില്ലയിൽ നിന്നാണല്ലോ OR കേരളം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ ചുമതല പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള IC ബാലകൃഷ്ണന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന പാർട്ടിക്കുള്ളിൽ സംഭാഷണമുണ്ട്. അദ്ദേഹം അതിന് അർഹനുമാണ്. അപ്പോൾ അദ്ദേഹത്തെ മുൻനിരയിലേക്ക് മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയായാലും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാലും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാലും IC ബാലകൃഷ്ണനോട് ഇവർക്കാർക്കും അയിത്തമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ 3 നേതാക്കളോട് മാത്രമല്ല, സർവ്വസാധാരണക്കാരായ പാർട്ടി അണികളോട് പോലും അടുത്ത ബന്ധം പുലർത്തുന്ന, മാധ്യമങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്ന, സമൂഹത്തോട് നല്ല ബന്ധം പുലർത്തുന്ന, ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്ന IC ബാലകൃഷ്ണൻ UDF മന്ത്രിസഭയിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസ് അണികൾക്കും വോട്ട് ചെയ്ത ആളുകൾക്കുമുള്ളത്. IC ബാലകൃഷ്ണൻ വയനാടിൻ്റെ വലിയ പ്രതീക്ഷയായി മുന്നിൽ ഉണ്ട്. അതുപോലെ T സിദ്ദിഖ് അവിടെ മോശപ്പെട്ട പ്രകടനമല്ല കാഴ്ചവെച്ചതെങ്കിലും ഈ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് അങ്ങനെ ഒരു ആ വകുപ്പിൽ അദ്ദേഹത്തിന് IC ബാലകൃഷ്ണനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് വയനാട് ജില്ലയുടെ പ്രതീക്ഷ, വയനാട് കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷ അതുതന്നെയാണ്. ഏതായാലും അല്പ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മന്ത്രിസഭയിൽ ആരൊക്കെ എത്തുമെന്ന് നമുക്കറിയാം. IC ബാലകൃഷ്ണന്റെ പേര് സജീവ ചർച്ചയിലേക്ക് കേൾക്കുന്നുണ്ട് പാർട്ടിക്ക് അകത്ത്. പക്ഷെ മാധ്യമങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ IC ബാലകൃഷ്ണനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എന്തു വന്നാലും ആ 10 മന്ത്രിസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി, പിന്നെ 10 മന്ത്രിമാർ, സ്പീക്കർ, ഇതിനകത്ത് മന്ത്രിമാരിലും സ്പീക്കറിലും നോക്കുകയാണെങ്കിൽ മന്ത്രിമാരിൽ ഒരു പ്രത്യേക വകുപ്പ്, ഇപ്പോൾ വേറൊരു വകുപ്പ് കൂടി തുടങ്ങുന്നുണ്ട്. വയോധികർക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് വരുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ജനകീയനായ, ജനങ്ങളോട് അടുപ്പമുള്ള, ജനങ്ങളുടെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യുന്ന, പാർട്ടികൾക്ക് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെറുതാണെങ്കിലും വലുതായാലും അത് ഏറ്റെടുത്ത് ഭംഗിയാക്കുന്ന IC ബാലകൃഷ്ണനെ പാർട്ടി അക്കോമഡേറ്റ് ചെയ്യും. അദ്ദേഹം മന്ത്രിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.